JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. കഴിഞ്ഞ ദിവസം തൊഴിൽ വാർത്തയിൽ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഒരു വാർത്ത കണ്ടിട്ടുണ്ട്. സഹകരണ ബാങ്കുകൾ സെക്രട്ടറി, ജൂനിയർ ഇൻസ്പെക്ടർ തസ്തികകളിൽ ധാരാളം ഒഴിവുകൾ ഉണ്ട് എങ്കിലും അത് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നും ഒരു വാർത്ത ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ നൽകിയൊരു വാർത്ത നമുക്ക് തൊഴിൽ വാർത്തയിൽ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു. അത് കേരളത്തിലെ സർവീസ് സഹകരണ ബാങ്കുകളിൽ സെക്രട്ടറി, ജൂനിയർ ഇൻസ്പെക്ടർ തസ്തികയിൽ 500-ൽ കൂടുതലുണ്ട്. പക്ഷേ സർവീസ് സഹകരണ ബാങ്കുകളിൽ സെക്രട്ടറി ഇൻചാർജ് എന്ന പേരിൽ 5 വർഷത്തോളം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അനേകം പേർ നിലവിലുണ്ട്. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതെ ബന്ധുക്കൾക്കും സ്വന്തം പാർട്ടിയിൽ ഉൾപ്പെടുന്നവർക്കും സീനിയോറിറ്റി ലിസ്റ്റ് പോലും നോക്കാതെ സെക്രട്ടറിയുടെ ജോലി നൽകുകയാണ്. വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരെ നോക്കൂത്തിയാക്കുന്ന പ്രവണത ഒഴിവാക്കേണ്ടതാണ് എന്നാണ് ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികളുടെ അഭിപ്രായം. ഇത്തരം ബാങ്കുകളിൽ ജൂനിയർ ക്ലർക്ക്, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങിയ തസ്തികകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും സംഘം സെക്രട്ടറി എന്ന തസ്തിക റിപ്പോർട്ട് ചെയ്യാറില്ല. ഉയർന്ന ക്ലാസിഫിക്കേഷനുള്ള ബാങ്കുകളിൽ ഇതേ സ്ഥിതി തന്നെയാണ് നിലവിലുള്ളത്. ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ തന്നെ തൊഴിൽ വാർത്തയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു വാർത്തയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. സഹകരണ ബാങ്കുകളിലെ സംഘങ്ങളിലൊക്കെ തന്നെ സെക്രട്ടറി ഒഴിവുകൾ ഉണ്ടാവാറുണ്ട് എങ്കിലും യോഗ്യത പോലും പരിഗണിക്കാതെ സെക്രട്ടറി ഇൻചാർജ് എന്ന ഒരു പേരിൽ മേൽനോട്ടം വഹിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണാൻ സാധിക്കുന്നത്. ബാങ്കുകളിലൊക്കെ തന്നെ എല്ലാ ബാങ്കുകളിലും ഈ ഒരു സ്ഥിതിവിശേഷമാണ് കാണാൻ സാധിക്കുന്നതെന്നാണ് ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പ്രസ്തുത തസ്തികകളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതെ ആ തസ്തികകളിലേക്ക് പരീക്ഷ നടത്താൻ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിനോ അങ്ങനെയുള്ള പ്രത്യേക ഒഴിവുകളൊന്നും തന്നെ നികത്തപ്പെടാതെ തന്നെ പ്രസ്തുത ബാങ്കിൽ തന്നെയുള്ള ജീവനക്കാർക്ക് പ്രൊമോഷൻ നൽകി ആ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതെ ഒളിച്ചു വയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണാൻ സാധിക്കുന്നതെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ അഭിപ്രായം. അങ്ങനെ വരുമ്പോൾ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പ്രസ്തുത തസ്തികകളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രമല്ല അവിടെ ജോലി ചെയ്യാനും സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യത്തിൽ എപ്പോഴും ബാങ്ക് സഹകരണ സംഘവും ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട അവരുടേതായ ആൾക്കാർക്ക്, ബന്ധുക്കൾക്കോ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കോ ഒക്കെ തന്നെ പ്രസ്തുത തസ്തികകളിലേക്ക് നിയമനം കൊടുത്ത് ഇൻചാർജ് എന്ന ഒരു പേരോട് കൂടി തന്നെ അവിടെ നിയമിക്കുകയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഒഴിവ് റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഉദ്യോഗാർത്ഥികൾക്ക് അങ്ങനെയുള്ള തസ്തികകളിലേക്കൊക്കെ കടന്നു ചെല്ലാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു പ്രശ്നം നിലവിലുള്ളതിനാൽ തന്നെ പ്രസ്തുത ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ട നടപടികൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ബഹുമാനപ്പെട്ട PSC, ബഹുമാനപ്പെട്ട കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിന്റെ സെക്രട്ടറിയോടും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊക്കെ തന്നെ നിവേദനങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഉദ്യോഗാർത്ഥികൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഒഴിവുകളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ എല്ലാവർക്കും പ്രസ്തുത തസ്തികകളിലേക്ക് എത്തിച്ചേരാനും ജോലി ചെയ്യാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്രദമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.